ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരിയ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തെ, നിൻ്റെ കുടുംബത്തെ, നിൻ്റെ ചുറ്റുപാടുകളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാതാവ് യോസേപ്പോട് കൂടി ഉണ്ണീശോയെ ദേവാലയത്തിൽ കൊണ്ടുവരികയാണ് ദൈവത്തിന് സമർപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ശിമിയോൻ എന്ന വ്യക്തി ഈശോയെ കൈകളിലെടുത്തിട്ട് ഒരുപിടി കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം പറയുന്ന ഒരു വചനം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 31-ാം തിരുവചനം. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഈശോയെക്കുറിച്ച് പറയാണ്, സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ. ഒരു വലിയ സത്യമാണ് ശിമിയോനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രഖ്യാപിക്കുക. ഈ ശിശു, അതായത് യേശുക്രിസ്തു സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷയാണെന്ന്. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ വേദനകളോ നെടുവീർപ്പുകളോ രോഗപീഠകളോ അനർത്ഥങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് വായിക്കുക. അതിനും മുകളിലുള്ള രക്ഷ നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ ഒരു കർത്താവ് നമുക്കുണ്ട്. ജീവിതത്തിൽ നഷ്ടധൈര്യനാകേണ്ട കാര്യമില്ല, ജീവിതത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ രക്ഷ പ്രദാനം ചെയ്യുന്ന ഒരു കർത്താവ് നമ്മളുണ്ട്. ആ കർത്താവിൻ്റെ നാമമാണ് നമ്മൾ വഹിക്കുക. ആ ഈശോ നമ്മെ സ്നേഹിക്കുന്നു. ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനുള്ള ഉത്തരം നിന്റെ കയ്യിലുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടത് എല്ലാ കൃപകളും ദാനങ്ങളും നൽകി അനുഗ്രഹിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു